ഹലോ അസ്സാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് ഞാൻ വലിയ പെരുന്നാളിൻ്റെ അന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നാണ് അത് അപ്ലോഡ് ആക്കുന്നത്. അപ്പോൾ വലിയ പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കേട്ടോ. കുറേ വീഡിയോസൊക്കെ ഞാൻ എടുക്കാതെ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ കേക്കൊക്കെ കാണിക്കുന്നത് എന്താ വെച്ചാൽ, ഫസ്റ്റ് ഉണ്ടാക്കിയ കേക്ക് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ്. ഇത് എനിക്ക് ഓർഡർ കിട്ടിയിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റ് കേക്ക് കേട്ടോ. അപ്പോൾ ഈ ഒരു ദിവസം വലിയ പെരുന്നാളിൻ്റെ ദിവസത്തിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ടായിരുന്നു. എൻ്റെ മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയും കൂടി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ആ ഒരു കേക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഈവനിങ് നമ്മൾ ചെറിയൊരു സെലിബ്രേഷൻ കൂടി നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ഉച്ചയ്ക്ക് 2 മണിക്കാണ് കേട്ടോ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ കുറച്ച് നേരം വൈകിട്ടോ ഇപ്രാവശ്യം പെരുന്നാൾക്ക് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. കാരണം ഒരുപാട് തിരക്കുള്ളൊരു ദിവസമായിരുന്നു ഇന്നത്തെ വലിയ പെരുന്നാൾ കേട്ടോ. അപ്പോൾ കേക്ക് സെറ്റാക്കലും കേക്കിൻ്റെ ഓർഡറും ഒക്കെ ഉള്ളൊരു ദിവസം കൂടിയായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ തിരിച്ചു പോകുന്ന ഒരു 5:45 പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്, എൻ്റെ വീട്ടിൽ നിന്ന് 5:45 ഇറങ്ങിയത്. കാരണം നമ്മൾ കുറച്ച് നേരത്തെ വീട്ടിലെത്തണം എന്ന് വിചാരിച്ചിരുന്നു. കാരണം മോളെ ഫ്രണ്ട്സാളും എല്ലാവരും കൂടി ഒരുപാട് വലിയ പാർട്ടിയൊന്നും ആക്കുന്നില്ല കേട്ടോ. നമ്മൾ ചെറിയൊരു പാർട്ടി മാത്രമേ ആക്കുന്നുള്ളൂ. കുറച്ച് അപ്പുറത്തുള്ള അയൽവാസികളൊക്കെ വിളിച്ചിട്ട് ചെറിയൊരു ഫംഗ്ഷൻ ആക്കിയിട്ട് അങ്ങനെ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഒരു ദിവസം നമുക്ക് ബർത്ത്ഡേ ആഘോഷിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കെൻ്റെ മനസ്സ് സമ്മതിച്ചില്ല, ഫസ്റ്റ് ബർത്ത്ഡേ അല്ലേ. അപ്പോൾ ഞാൻ അന്ന് തന്നെ ആഘോഷിക്കാമെന്ന് വെച്ചിട്ട് എല്ലായിടത്തേക്കും പെട്ടെന്ന് പോയി കണ്ടു പോകുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബർത്ത്ഡേ കേക്ക്. അപ്പോൾ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ കേക്കാണ് കേട്ടോ. അപ്പം മിക്കി മൗസിൻ്റെ തീമാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കേക്കിൻ്റെ വീഡിയോസൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. കേക്ക് ഉണ്ടാക്കിയതും എല്ലാം എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ടൈം കിട്ടിയില്ല. പെട്ടെന്ന് ചടപടേന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ പരിപാടികളൊക്കെ. അപ്പോൾ ഇതാ മോനെ ഡ്രസ്സ് ഇടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഒരു ബ്ലാക്ക് വൈറ്റ് റെഡ് കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. വലിയ സംഭവമാക്കിയിട്ട് ഡെക്കറേഷനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞങ്ങൾ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓവറായിട്ട് ഡെക്കറേഷനൊന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാ ഒരു പേരിന് ഞങ്ങളൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്തതെന്നുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അതാ കുറേ പേര് അപ്പുറത്ത് നമ്മളെ വീടിന് ചുറ്റും കുറേ പേരുണ്ട് കേട്ടോ. അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ വീട് ഫുള്ളായി കേട്ടോ. അപ്പോൾ അത്യാവശ്യം എല്ലാവരും എത്തി തുടങ്ങി കേട്ടോ. ഇതാണ് കേട്ടോ ബർത്ത്ഡേക്ക് വേണ്ടി ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത്. ഇത് മിക്കി മൗസിൻ്റെ ഒരുവിധ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് ഇന്ന് പെരുന്നാളായതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് ചെറുതായിട്ട് മന്തിയാണ് ഉണ്ടാക്കിയത്. വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കില്ല. കാരണം എല്ലാവരും ഫുഡ് കഴിച്ച് വയറ് ഫുള്ളായിട്ട് ഇരിക്കുക. ചെറുതായിട്ട് വേറെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. പിന്നെ വേണ്ടാന്ന് വെച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാണ്. മോന് നല്ല രീതിയിൽ തന്നെ നിന്നുണ്ട്. ഞാൻ വിചാരിച്ചു അവനക്ക് ഈ ബലൂൺസൊക്കെ ഭയങ്കര പേടിയുള്ളതാണ്. പിന്നെ അവനക്ക് നമ്മളിങ്ങനെ പേടി മാറ്റിക്കൊണ്ടുവന്നു. ഇനി അവന് ഒരുപാട് ബലൂൺസ് കാണുമ്പോൾ പേടിച്ച കാര്യമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല കേട്ടോ. ഏതായാലും എല്ലാം നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് തന്നെ ഒരുപാട് തിരക്കുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ടയേർഡായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും കേട്ടോ ചിലപ്പോൾ വീഡിയോയിൽ. എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ വീഡിയോ എടുക്കണമെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ ആരൊക്കെയോ എടുത്ത വീഡിയോകൾ ഞാൻ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാനിരുന്നു. അപ്പോൾ അങ്ങനെ അന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മളിതാ മോനിതാ കളിച്ചുകൊണ്ട് നിൽക്കാണ്ട്. ഇപ്പോൾ ബലൂൺ ആളെ പേടിയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ബലൂണിൻ്റെ. അപ്പോൾ ഇങ്ങനെ ഭയങ്കര തട്ടിക്കളിയുടെ കാലൊക്കെ വെച്ചിട്ട് ബോളൊക്കെ വെച്ച് കൊടുത്ത് ഭയങ്കര ഫുട്ബോൾ കളിക്കുന്ന പോലെ കളിക്കും. അപ്പോൾ ഇത്രയല്ല കേട്ടോ ബർത്ത്ഡേൻ്റെ വിശേഷം. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഫോട്ടോസും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അസ്സലാമു അലൈക്കും.